പ്രശാന്തേട്ടാ, നമ്മളത് കുറച്ച് ഗൗരവമുള്ള ഒരു വിഷയം സംസാരിക്കാൻ പോവുകയാണ്. നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ CIA ചാരന്മാർ വിലസുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് പലപ്പോഴായി കേന്ദ്ര സർക്കാരിന് തോന്നിയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ CIA ചാരന്മാർ വിലസുന്നുണ്ടോ എന്ന് തോന്നുമ്പോഴും നമുക്കറിയാം, ഇപ്പോൾ രാഹുൽ ഗാന്ധി ഡീപ് സ്റ്റേറ്റുമായിട്ടുള്ള ഒരു മീറ്റിങ്ങിന് പോവുകയാണ് അമേരിക്കയിലോട്ട്. നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം വാർത്ത ചെയ്തല്ലോ, അത് ഒരുപാട് പേര് കണ്ടിരുന്നു. രാഹുൽ ഗാന്ധി പോകുന്നത് ഡീപ് സ്റ്റേറ്റുമായിട്ടുള്ള മീറ്റിങ്ങിനാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് നമ്മൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, രാഹുൽ ഗാന്ധി ലണ്ടനിൽ പോയിട്ടാണ് താരിഖ് റഹ്മാനുമായിട്ട്, ബംഗ്ലാദേശ് കലാപത്തിന്റെ സൂത്രധാരൻ താരിഖ് റഹ്മാനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്ന് ബ്ലിറ്റ്സ് എന്ന് പറയുന്ന മാധ്യമം പുറത്തുവിട്ടിരുന്നത്. ഇതാരും പുറത്തു പറയുന്നില്ല. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ശശി തരൂർ എന്ന് പറയുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു പോയ ആ MP ഉണ്ടല്ലോ, അതായത് പത്മനാഭന്റെ മണ്ണിൽ നിന്ന്, ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ള മണ്ണിൽ നിന്ന് ശശി തരൂർ എന്ന് പറയുന്ന MP ജയിച്ചു പോയിട്ട് ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപം, അതിൽ ഹിന്ദു ലൈഫ് മാറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് നമ്മുടെ രാജ്യം അതിഗംഭീരമായിട്ട് ചരിത്രത്തിൽ ആദ്യമായി ഇനീഷ്യേറ്റ് ചെയ്തപ്പോൾ ഇയാൾ മാപ്പ് പറഞ്ഞു. അറിഞ്ഞായിരുന്നു പ്രശാന്തേട്ടൻ? ഇയാൾ മാപ്പ് പറഞ്ഞു. ഇയാള് ഒരു ട്വീറ്റ്, ഇതാണ് ഇയാളുടെ ട്വീറ്റ്. Several friends in Bangladesh tell me I have been misled by Indian media about the nature and the extent of violence during the recent events in the country. അതായത് ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾ, അത് ഈ ഹിന്ദു ലൈഫ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് വന്നപ്പോൾ ഇയാളെ വിശ്വ പൗരനാണല്ലോ, വേറൊരു വാക്കായി വന്നത് പെട്ടെന്ന്, വിശ്വ പൗരനാണല്ലോ, അതുകൊണ്ട് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെയുള്ള ആക്രമണങ്ങൾ നിർത്തണമെന്ന് പ്രതികരിച്ചും പോയി. ഇത് CIAക്കും ഡീപ് സ്റ്റേറ്റിനും ഇഷ്ടമാകുമോ എന്നുള്ളൊരു പേടിയും ഉണ്ട്. അപ്പൊ പ്രതികരിച്ചും അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഇന്ത്യൻ മീഡിയ എന്ന് പറഞ്ഞുകൊണ്ട് AM ഫൈസൽ എന്ന് പറഞ്ഞ ഒരാളെ ട്വീറ്റ് അയാൾ എടുത്ത് റീട്വീറ്റ് ചെയ്തിട്ടാണ് ഇയാൾ വലിയ കുറിപ്പിട്ടിരിക്കുന്നത്. ഈ AM ഫൈസൽ എന്ന് പറഞ്ഞ ആളുടെ ഫോളോവേഴ്സ് ഉണ്ടോ? 42 ഫോളോവേഴ്സ്. 42. ഇത് ആരാ AM ഫൈസൽ? നമുക്ക് ആർക്കും അറിയില്ല. അതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യുന്ന ആൾക്കാർ ജോൺ ഡാനിലോവിക്സ് എന്ന് പറയുന്ന അമേരിക്കയുടെ ആൾക്കാർ. അയാളുടെ ഇതെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഡിപ്ലോമാറ്റ്, now focusing on both the global and the local എന്നൊക്കെ പറഞ്ഞ്, ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ വാട്ട് ഈസ് എ ഡീപ് സ്റ്റേറ്റ് എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ അതിനകത്ത് കിട്ടും. അതിനകത്ത് അവർ പറയുന്നത് എ ബോഡി ഓഫ് പീപ്പിൾ. അതായത് ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ, രാഷ്ട്രീയത്തിന് അതീതമായി നിന്ന് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ആൾക്കാർ. അതിനകത്ത് വ്യവസായികളുണ്ടായിരിക്കാം, വ്യവസായ പ്രമുഖരുണ്ടായിരിക്കാം, സിനിമാ താരങ്ങളുണ്ടായിരിക്കാം, ടെററിസ്റ്റുകൾ ഉണ്ടായിരിക്കാം. ഒരു രാജ്യത്തിനെ പണം കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഏതൊരു ആൾക്കാരും ഡീപ് സ്റ്റേറ്റിനകത്ത് ഉൾപ്പെടും. ഈ പറയുന്ന ഒരു സമൂഹത്തെ ഇൻഫ്ലുവൻഷ്യൽ ഏജൻസികൾ ഉണ്ടായിരിക്കാം. സമൂഹത്തിന്റെ തലച്ചോറിനെ മൊത്തം ഒരേ രീതിയിൽ ചിന്തിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സിസ്റ്റം. അതിനകത്ത് ഏജൻസികൾ ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള പല ആൾക്കാർ. അതാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു മിഥ്യാധാരണയാണെന്ന് ആൾക്കാർക്ക് ഒരു തോന്നലുണ്ടാകും. ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഇവര് ചിലപ്പോൾ ഇരിക്കുന്നത് പല ഭാഗത്തായിരിക്കും, പക്ഷെ ഇവരുടെ പ്രവർത്തനം മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നതിന് ഉദാഹരണമാണ് അതുപോലെ ഇതുപോലെ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ ഞാനീ പറഞ്ഞില്ലേ, ഒരാശയം ആൾക്കാരുടെ തലച്ചോറിൽ പകർത്തുക, അല്ലെങ്കിൽ അത് ശരിയാണെന്ന് അവർക്ക് തോന്നിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ, ശരിയായ ഒരു ആശയത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഏതർത്ഥത്തിലും ഏത് രീതിയിലും കലാപങ്ങൾ വരെ ഉണ്ടാകും. അങ്ങനെയുള്ള സംഭവമുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ പ്രത്യേകം എടുത്ത് കാണേണ്ട, ഈ ശശി തരൂരിന്റെ വിഷയം മാറ്റി നിർത്തട്ടെ. ഞാൻ ശശി തരൂരിന്റെ ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞ രണ്ടാമത്തെ വിഷയം പ്രശാന്ത് ഭൂഷൺ എന്ന് പറയുന്ന വക്കീല്. അയാള് സുപ്രീം കോടതി 1 രൂപ പിഴ അടിച്ചു കൊടുത്ത വക്കീൽ, 1 രൂപ വിലയിട്ട വക്കീൽ. പിഴ അടിച്ചെന്ന് പറയുന്നത് നിനക്ക് 1 രൂപ പോലും, ഒറ്റ രൂപ നാണയത്തിന്റെ വില മാത്രമേ ഉള്ളൂ, അതാണ് അതിന്റെ അർത്ഥം. അതെ, അത് കറക്റ്റ് ആണ്. അപ്പൊ അയാള് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇസ്രായേലിന് ഇന്ത്യ ആയുധം കൊടുക്കരുത് എന്ന് പറഞ്ഞൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമുണ്ടല്ലോ, ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൊടുക്കുന്ന ആരാ? അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ആ ഒരു ഡിഫൻസ്, ആ ഒരു മിലിറ്ററി ഇൻഡസ്ട്രിയിലേക്കാണ് ഇന്ത്യ പുഷ് ചെയ്ത് കയറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് ഇൻഡസ്ട്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 10 മടങ്ങ് കയറ്റുമതിയാണ് 75 രാജ്യത്തിനകത്ത് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കുറ്റം പറയാൻ പറ്റുമോ? പറ്റത്തില്ല.
അങ്ങനെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആരെയൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിനകത്ത് കലാപത്തിന് ശ്രമിക്കുന്നത്? ഒന്ന്, നമ്മുടെ പ്രതിപക്ഷ നേതാവ്. ഇപ്പൊ മണിപ്പൂരിൽ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു ശാന്തമായുള്ള പ്രദേശത്ത് വീണ്ടും പെട്ടെന്ന് പൊടുന്നതിന് ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. എങ്ങനെയാണ്? രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോകാൻ പോകും. പ്രശാന്ത് ഭൂഷൺ ഇസ്രയേലിന് ആയുധം കൊടുക്കല്ലെന്ന് ഇയാളാരാ താക്കീത് ചെയ്യുക? ഇന്ത്യയെ താക്കീത് ചെയ്യുന്നു. നരേന്ദ്രമോദി അതിനൊക്കെ പുല്ല് വിലയെ കൊടുക്കത്തുള്ളൂ. ഇപ്പൊ പ്രേക്ഷകർക്ക് തോന്നുന്നു ഞാൻ കുറച്ച് നീണ്ടുപോകുന്നെന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഇത്രയും പറയാതെ ഒരിക്കലും ആ മറുപടിയിലോട്ട് വരാൻ പറ്റില്ല. കൊടുക്കല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? പ്രശാന്ത് ഭൂഷൺ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ശശി തരൂരിനെ പോലെ, രാഹുൽ ഗാന്ധിയെ പോലെ ഇയാൾ വലിയ ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കാവലാളായിട്ട് നിൽക്കുന്ന എന്ന് പറയപ്പെടുന്ന ആളാണ്. സുപ്രീം കോടതി വരെ ഇയാൾ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സുപ്രീം കോടതി 1 രൂപയെ നിനക്ക് വില ഉള്ളെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരാള് ഇയാൾ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു പപ്പറ്റാണെന്ന് അല്ലേ ഇതിന്റെ അർത്ഥം? അത് വളരെ കാലം മുമ്പേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. നമ്മളിപ്പോൾ ചില പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അറിയത്തില്ലെന്നേ ഉള്ളൂ. ഈ ഡീപ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ പല മേഖലയിലാണ്. അത് കോടതിയിൽ ഉണ്ടാകുന്നു. നമുക്കത് മനസ്സിലായിട്ടുള്ളത്. കോടതി ആയതുകൊണ്ട് നമ്മൾ വ്യക്തത കൂടുതൽ വരുത്തുന്നില്ല. പല വിധികളും നമുക്ക് അതിശയിപ്പിക്കുന്ന വിധികളുണ്ടായിരുന്നു. കോടതിയുടെ നിയമത്തെ പോലും മറികടന്ന വിധികളുണ്ടാകും ചില ആൾക്കാരുടെ ഭാഗത്ത്. അതുപോലെ തന്നെ ഈ പറയത്തില്ലേ, സാമൂഹ്യ സംഘടനകൾ അല്ലെങ്കിൽ മനുഷ്യാവകാശ സംഘടനകൾ, പ്രകൃതി സംരക്ഷണ സംഘടനകൾ, ഇതിൻ്റെയൊക്കെ മറവിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഇവരുടെയൊക്കെ പ്രവർത്തനവും ഇവരുടെയൊക്കെ സംഘടനകളുടെ പേരും ഒക്കെ നോക്കിയാൽ എല്ലാം ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനും ജനത്തിനെ സംരക്ഷിക്കുന്നതിൻ്റെ അവൻ്റെ ഉയർച്ചയ്ക്കും അവൻ്റെ നേരെയുള്ള നടത്തയ്ക്കും ഒക്കെ വേണ്ടിയുള്ളതാന്ന് തോന്നുന്ന രീതിയിലുള്ള സംഘടനകളായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ NGOസും എല്ലാം നോക്കുമ്പോൾ എല്ലാത്തിൻ്റെ മുമ്പിൽ റിപ്പബ്ലിക് എന്ന് കാണും. ഈ പ്രശാന്ത് ഭൂഷൻ്റെ പ്രസ്താവനകൾ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ആർക്ക് നോക്കിയാലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യകതകളൊക്കെ നോക്കിയാൽ അതിൻ്റെ സ്വഭാവം സാധാരണ രീതിയിൽ പെട്ടെന്ന് നമ്മുടെ മിന്നി മറഞ്ഞു പോകുമ്പോൾ അതെല്ലാം ജനത്തിന് ആവശ്യമുള്ള കാര്യം, ജനത്തിന് വേണ്ടിയല്ലേ അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷെ അതല്ല, അദ്ദേഹം ജനത്തിന് വേണ്ടി സംസാരിക്കുന്നത് പോലെ തോന്നിപ്പിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ ശക്തികളുടെ കൂടെ നിൽക്കുന്ന ഒരാളായിട്ടാണ് പ്രശാന്ത് ഭൂഷണെ വളരെ കാലം കൊണ്ട് നമുക്ക് മനസ്സിലാവും. പക്ഷേ അദ്ദേഹത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയതും അദ്ദേഹത്തിന് ലോകം അറിയാൻ തുടങ്ങിയത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഇതുകൊണ്ടാണ്. ശാന്തി ഭൂഷൺ എനിക്ക് തോന്നുന്നു മൊറാർജി ദേശായിയുടെ മന്ത്രിസഭയിലെ ലോ മിനിസ്റ്റർ. അപ്പൊ അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം രാജ്യത്തിന് വേണ്ടപ്പെട്ടവനായിരുന്നു, അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി നിന്ന ഒരാളായിരുന്നു. ആണ് ഈ പ്രശാന്ത് ഭൂഷൺ എന്ന് പറഞ്ഞ ആൾ അവതരിക്കും. ഇദ്ദേഹം സുപ്രീം കോടതിയിലെ ഒക്കെ ലിസ്റ്റ് ചെയ്യപ്പെട്ട വക്കീലന്മാരിൽ ഒരാളാണ്. ഇതുപോലെ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് കൊണ്ടുവന്ന് സ്വയം ഈ പറയുന്നതെല്ലാം നമ്മുടെ സ്വയം താല്പര്യ ഹർജി അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ അവർ പൊതു താല്പര്യ ഹർജി. പക്ഷെ ഈ ഹർജി കൊടുക്കുന്നതിനൊക്കെ കോടാനുകോടി രൂപ രാജ്യത്തിന്റെ വെളിയിൽ നിന്നും അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് അതിലോട്ട് വരാം. ഈ പ്രശാന്ത് ഭൂഷണുമായി ബന്ധപ്പെട്ട 2 NGOകൾ, ഈ 2 NGOകൾ രാജ്യത്തിനെതിരെ പ്രോക്സി യുദ്ധം നടത്തുന്നുവെന്ന് ഡൽഹിയിലുള്ള കമ്മീഷണറായിട്ടുള്ള രാകേഷ് അസ്താന ഒരു സമയത്ത് ആരോപിച്ചിരുന്നു. പ്രോക്സി യുദ്ധം നടത്തുന്നു എന്നുള്ളത് ഇയാൾക്കെതിരെ, അതായത് എനിക്കെതിരെയും പ്രോക്സി യുദ്ധം നടത്തുന്നു എന്നാണ് രാകേഷ് അസ്താന ആരോപിച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ത്യക്കെതിരെ സെലക്റ്റീവ് ക്യാമ്പയിൻ നടത്തുന്നു. ഇയാളുടെ ഒന്ന് CPIL എന്ന് പറഞ്ഞാൽ സെന്റർ ഫോർ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ്, അതായത് പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയുള്ള NGO. അതാണ് പുള്ളിക്കാരൻ്റെ NGO. ആ NGO 1980കളുടെ അവസാനത്തിൽ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി VM തർക്കുണ്ടയാണ് അത് സ്ഥാപിച്ചത്. അപ്പോൾ ഫാലി S നരിമാൻ, ശാന്തി ഭൂഷൺ, രജീന്ദർ സച്ചാർ, അനിൽ ദിവാൻ എന്നിവരായിരുന്നു NGOയുടെ മറ്റ് സ്ഥാപകാംഗങ്ങൾ. ഭാവിയിൽ അത് ഇയാളുടെ കയ്യിലേക്ക് വന്നുവെന്നും ഹ്യൂമൻ റൈറ്റ്സ് ലോ നെറ്റ്വർക്കിന്റെ കോളിൻ ഗോൺസാൽവസും ഗ്രൂപ്പിന്റെ ഭരണസമിതിയിലെ അംഗമാണ്. ഹ്യൂമൻ റൈറ്റ്സിന്റെ അയാൾ. അത് കഴിഞ്ഞ് ഇതിന് ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം വരുന്നത്. ഈ NGOയ്ക്ക് വിദേശത്തുള്ള ക്രിസ്ത്യൻ മിഷണറി സംഘടനകളിൽ നിന്നും യൂറോപ്യൻ കമ്മീഷൻ പോലുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും വൻതോതിൽ ഫണ്ട് സ്വീകരിക്കുന്ന വിദേശ ധനസഹായമുള്ള NGO ആയ സോഷ്യോ ലീഗൽ ഇൻഫർമേഷൻ സെന്ററിന്റെ ഒരു വിഭാഗമായിട്ടുള്ള അവരിൽ നിന്നും സാമ്പത്തിക വർഷത്തിൽ 11 കോടിയിലധികം രൂപ വിദേശ സംഭാവന ലഭിക്കുന്നുണ്ട്. 2018-19 18 കോടിയിലധികം രൂപ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. പോരാത്തതിന് 1000 കോടി രൂപ അടക്കം SLIC എന്ന് പറയുന്ന NGOയ്ക്ക് ലഭിച്ചിരുന്നു. യൂറോപ്യൻ കമ്മീഷനിൽ നിന്ന് 3 കോടി ഏകദേശം രൂപ ലഭിച്ചിരുന്നു. 2020 1.5 കോടി. അതായത് ഓരോ
വർഷം തോറും കോടികൾ ഇങ്ങനെ ഒഴുകി വരികയാണ് ഇവരുടെ NGOയ്ക്ക്. ആ കോടികൾ ഇവിടെ വരുമ്പോൾ ഇവർ ഉടനെ പറയും ഇസ്രായേലിന് ആയുധം കൊടുക്കരുത്, ഇന്ത്യ നരേന്ദ്രമോദി വിദേശയാത്ര നടത്തരുത്. അത് ഭയങ്കര ബുദ്ധിയാട്ടോ NGOയുടെ അല്ല, ഇതിന്റെ ഈ NGOs എല്ലാം രാജ്യവിരുദ്ധ ശക്തികളാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന NGOs ആണ്. ഇതിനു വേണ്ടിയാണ് ഈ ഫണ്ട് വരുന്നത്. ഇതിനൊക്കെ ഇപ്പൊ കൃത്യമായ നിയന്ത്രണവും അതിന്റെ ഈ ഇദ്ദേഹത്തെ കൃത്യമായ ഒബ്സർവേഷനിൽ വെച്ചേക്കുക. മനസ്സിലാവും ഇയാളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്. ഇവർ പറയുന്നതെല്ലാം രാജ്യ താല്പര്യത്തിന് വേണ്ടിയല്ല, രാജ്യത്തിന് പുറത്തുള്ള ഈ ഡീപ് സ്റ്റേറ്റ് പോലെയും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ നിൽക്കുന്ന ശക്തികൾ ഇസ്ലാമിസ്റ്റ് ശക്തികളുടെ പ്രധാനപ്പെട്ട പങ്കാണ്. ഇയാളുടെ കൂട്ടത്തിൽ വരുന്ന നമുക്ക് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ധന്യ രാജേന്ദ്രൻ പറഞ്ഞ സ്ത്രീ, ഇതെല്ലാം ഒരു കോക്കസ് ആണ്, ഇതെല്ലാം പരസ്പരം ബന്ധമുള്ളതാണ്. അപ്പം ഇതിനകത്ത് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നയതന്ത്ര ബന്ധമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം. പക്ഷെ ഈ ഒരു കാര്യം വിലയ്ക്ക് പോലും എടുക്കത്തില്ല, കോടതി പോലും വിലക്കെടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം രാജ്യങ്ങൾ തമ്മിലുള്ള നയപരമായ കാര്യത്തിന് അത് കോടതി പോലും. പക്ഷെ ഇതിവിടെ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ധനുഷിന് മനസ്സിലായി. ഈ ഒരു വാദം ഇന്ന് മാധ്യമങ്ങളെല്ലാം വാർത്തയായി കഴിയുമ്പോൾ ഇതിനു വേണ്ടി ഇവിടെ സംസാരിച്ചിട്ടുള്ള ആളുകൾ ആരാണ്? ഈ ഒരു ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ ഹമാസിന് അനുകൂലമായിട്ട് ലോകം മൊത്തം നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ജോർജ് സോറസിന്റെ ഗ്രൂപ്പും ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പും അല്ലെങ്കിൽ ഈ ലോകത്തിന് വിരുദ്ധമായ ഒരു ഗ്രൂപ്പാണല്ലോ. ആ ഗ്രൂപ്പിന്റെ ആളാണ് ഇദ്ദേഹം. ആ ഗ്രൂപ്പിന് വേണ്ടി ഇവിടെ ചില ശബ്ദങ്ങൾ ഉണ്ടല്ലോ, ആ ശബ്ദത്തിനകത്ത് പുറത്തല്ലെങ്കിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവുണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്, ഇവിടെ ഹമാസിന് വേണ്ടി സമരം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ഗ്രൂപ്പുകളൊക്കെ ഏത് രീതിയിലാണ് ലോകത്തും ഇന്ത്യയിലും പ്രവർത്തിക്കുന്നുള്ള അറിയാമല്ലോ. അവർക്ക് ഒരു ഉത്തേജനം കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ഈ താഴെ തട്ട് വരെ അല്ലെങ്കിൽ സാധാരണ ചിന്തിക്കുന്നവന് അത്രയും അർത്ഥത്തിൽ ഉത്തേജനം കൊടുക്കാനൊക്കത്തില്ല. ഇത്തരത്തിലുള്ളൊരു അവരുടെയൊക്കെ വിചാരം പ്രശാന്ത് ഭൂഷൺ എന്ന് പറഞ്ഞാൽ ന്യായത്തിനും നീതിക്കും വേണ്ടി 5 പൈസയും മേടിക്കാതെ കോടതികൾ കയറി ഇറങ്ങുന്ന ഒരു വലിയ വക്കീലെന്നാണെന്നോ ഉള്ളതാണല്ലോ. അദ്ദേഹത്തിന്റെ നേരത്തെ സുപ്രീം കോടതിക്കെതിരെ ഒരു നിരീക്ഷണമായിട്ട് വന്നപ്പോഴാണ് ഈ 1 രൂപ കൊടുത്തിട്ട് നിനക്ക് 1 രൂപയുടെ വിലയുള്ളെന്നുള്ള രീതിയിൽ വെല്ലുവിളിച്ചു, കോർട്ടലക്ഷ്യമായി. അപ്പൊ 1 രൂപ അല്ലെങ്കിൽ ഇത്ര ദിവസം തടസ്സം, ഇയാൾ 1 രൂപ അടച്ചിട്ട് തടവ് ഒഴിവായി പോയി. അപ്പൊ 1 രൂപ വരെ പോലും സുപ്രീം കോടതി കൊടുക്കാത്ത ഒരു വക്കീലെന്നാണ് അതിന്റെ അർത്ഥം, ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പൊ ഇയാള് അന്നും ഇന്നും എപ്പോഴും ഇയാളുടെ NGOs ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇയാളുടെ NGOസിന് ഫണ്ട് ചെയ്യുന്ന ജോർജ് സോറസ് പോലെയുള്ള കക്ഷികളാണ്. അവർ രാജ്യവിരുദ്ധ ശക്തികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇപ്പൊ ഏറ്റവും അവസാനം ഇസ്രായേൽ നമുക്കിവിടെ നയതന്ത്ര ബന്ധമുണ്ട്. നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞത് അവിടെ ഇസ്രായേൽ നമ്മളെ സഹായിക്കുന്ന എത്ര വലുതായിട്ടൊന്ന് ധനുഷ് മനസ്സിലാക്കണം. അവരുടെ ആയുധങ്ങൾ നമ്മൾ ഇവിടെ നിർമ്മിക്കുന്നത്, ആ ആയുധങ്ങൾ ഇവിടെ നിർമ്മിച്ചിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യണം. നമ്മൾ ഇവിടെ നിർമ്മിക്കുമ്പോൾ അതിന്റെ ഗുണം എന്തോളം മനസ്സിലായോ? ആ രാജ്യത്ത് നിർമ്മിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ ഗുണം എന്തിനു വേണ്ടി നമുക്ക് പ്രയോജനമുണ്ട്, എത്ര തൊഴിലവസരങ്ങൾ കിട്ടും, അല്ലെങ്കിൽ അതിന്റെ സംവിധാനങ്ങളെല്ലാം. എന്നിട്ട് ഇത് അവർക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കണം, അതിനുള്ള പൈസ നമുക്ക് തരും. അപ്പൊ ഈ കരാർ ഉണ്ടാകുന്നത് എന്നാണെന്നറിയോ? നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സമയത്ത് നമ്മളെ മറ്റെല്ലാവരും സഹായിക്കുന്നതിനപ്പുറം കൂടെ നിന്ന് സഹായിച്ച, അതായത് ഇപ്പം യുക്രൈനിൽ അമേരിക്ക പറഞ്ഞ പോലെ യുദ്ധം ചെയ്യുന്നതല്ല, നമ്മുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്തതാണ്. നമുക്ക് പൈലറ്റുമാരെ തന്ന, നമുക്ക് വിമാനത്തിൽ ബോംബ് ഘടിപ്പിക്കുന്ന ടെക്നീഷ്യന്മാരെ തന്ന, കാർഗിൽ യുദ്ധ സമയത്ത് മേളിൽ നിന്ന് വെടിവെക്കുക, നമ്മളെ താഴെയാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. ആ യുദ്ധം ജയിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ കൂടെ നിന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ആ രാജ്യത്തിന് എന്തോ കൊടുക്കണമെന്ന് ഈ പപ്പപൂഷം പറഞ്ഞാലൊന്നും മോദിക്ക് കേൾക്കാൻ പറ്റത്തില്ല, ഇവിടുത്തെ രാജ്യസ്നേഹികൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഇവിടെ രാജ്യങ്ങളൊന്നും നയതന്ത്ര ബന്ധമുണ്ട്, രാജ്യത്ത് ആയുധം വേണം, ആഭ്യന്തര പ്രശ്നത്തിനെ കൈകാര്യം ചെയ്യുന്നതിന് ആയുധം എടുത്ത് കൈകാര്യം ചെയ്യുന്നത്. അതിപ്പോ ഇസ്രായേൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. ഇസ്രായേൽ നമ്മുടെ ആ ഒരു അതുപോലുള്ള ഒരു വിഷയം വന്നപ്പോൾ സഹായിച്ചതാണ്. മാത്രമല്ല രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ 1 രൂപ വിലയുള്ള വക്കീലല്ല തീരുമാനിക്കുന്നത്, മോദിയാണ് തീരുമാനിക്കുന്നത്. അതിന് കഴിവുള്ള മോദിയും ഭരണാധികാരികളും ഒക്കെ ഉണ്ട്. ഇതാണ് ഇയാളെ സോക്കേട്. ഇയാളെ ക്രിമികുത്തലിന് കാരണമെന്ന് പറഞ്ഞാൽ ഇയാളെ ചെയ്യാൻ ഏൽപ്പിച്ചേക്കുന്ന ജോലി ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുക. കോടിക്കണക്കിന് രൂപ രാജ്യത്ത് നിന്നുകൊണ്ട് രാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി മേടിക്കുന്ന ഒരു പക്ക ഫ്രോഡാണ് ഇയാൾ. ഇവൻ പറയുക ഇവിടെ ഇസ്രായേലിനോട് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ആയുധക്കച്ചവടം നടത്തണോ വേണ്ടതെന്ന് ഇവനാണ് തീരുമാനിക്കുന്നത്. ഇവനല്ല തീരുമാനിക്കുന്നത്, ഇന്ത്യയിലെ ദേശസ്നേഹികൾ തീരുമാനിക്കും, ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി തീരുമാനിക്കും. ഇതാണ് ഇതിന്റെ യഥാർത്ഥ സത്യം. നമുക്ക് വേണ്ടപ്പെട്ട സമയങ്ങളിലെല്ലാം സഹായിച്ചുകൊണ്ടിരിക്കുന്ന, ആര് പറഞ്ഞാലും എന്നും ഇന്ത്യയുടെ കൂടെ ഉണ്ടാവുന്ന ഒരു രാജ്യം ഇസ്രായേൽ ഒന്നും ചെയ്തില്ല. അവരുടെ വിഭജന സമയത്ത് 4 or 5 പേരെ ഇവിടെ സംരക്ഷിച്ചു എന്നുള്ള ഒറ്റ കുറ്റമേ നമ്മൾ ഒറ്റ കുറ്റമല്ല, ഒരു ഗുണമേ അവരോട് ചെയ്തുള്ളൂ. അതിനുവേണ്ടി ഈ രാജ്യം എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുക. ആ രാജ്യത്തിന് സ്ഥാനം കൊടുക്കരുത്, കൊടുക്കണോ വേണ്ടേ നമ്മൾ തീരുമാനിക്കും. ഇതാണ് ഇതിന്റെ കാര്യം. നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം. അല്ലാതെ ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല, സ്നേഹമൊന്നുമല്ല. രാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി രാജ്യത്തിനകത്ത് നിൽക്കുന്ന ഒരു ഏജന്റ്,
ഒരു പ്രധാനപ്പെട്ട ആഭ്യന്തര ശത്രു. ആഭ്യന്തര ശത്രു. അവൻ എടുത്തിട്ടിരിക്കുന്ന ഉടുപ്പ്, ജനാധിപത്യം, പിന്നെ സോഷ്യലിസം, അല്ലെങ്കിൽ റിപ്പബ്ലിക്ക്, പിന്നെന്തോ ഈ പ്രകൃതി സംരക്ഷണം, മറ്റു പലതുമാണ്. അത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. പഴയ വാല്യൂ ഒന്നുമില്ല, 1 രൂപയുടെ വാല്യൂ പോലും ഇല്ല, 50 പൈസയുടെ വാല്യൂ ഇല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.